നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ വിദ്യാർത്ഥി സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ ലഘൂകരിച്ച് സംസാരിച്ച കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രി ചിഞ്ചു റാണിയുടെ പ്രവണതയിൽ അതൃപ്തി അറിയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രിയുടെ ഭാഗത്ത് മതിയായ കരുതൽ ഉണ്ടായിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. സിപിഐയിലും മന്ത്രിയുടെ പ്രസ്താവന ചർച്ചയാകുന്നുണ്ട്. സിപിഐയുടെ തെക്കൻ കേരളത്തിലെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ പ്രവർത്തകരും മന്ത്രിയുടെ പ്രസ്താവനയെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. സ്വന്തം ജില്ലയിൽ ദാരുണ അപകടം നടന്നിട്ടും മന്ത്രി തൃപ്പൂണിത്തുറയിൽ പാർട്ടി പരിപാടിയിലെത്തി വനിതാ നേതാക്കൾക്കൊപ്പം സൂംബ ഡാൻസ് കളിച്ചതും വിവാദമായിരുന്നു. വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അധ്യാപകരെ കുറ്റം പറയാൻ കഴിയില്ല. സഹപാഠികൾ ഷീറ്റിന് മുകളിൽ കയറരുത് എന്ന് പറഞ്ഞിട്ട് പോലും കുട്ടി പിന്തിരിഞ്ഞില്ല. സിപിഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ലായം കൂത്തുപറമ്പിൽ നടന്ന വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യവേ മന്ത്രി പറയുകയായിരുന്നു ഇത്. കാലൊന്ന് തിന്നിയപ്പോൾ പെട്ടെന്ന് കയറി പിടിച്ചത് കറണ്ട് കടന്നു വന്ന കമ്പിയിലായിരുന്നു. കുട്ടികൾ കളിച്ച് ഷീറ്റിന് മുകളിൽ കയറുമെന്നോ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമെന്നോ ആരും കരുതുന്നില്ല. രാവിലെ സ്കൂളിലേക്ക് ഒരുങ്ങിപ്പോയ കുഞ്ഞാണ്. പക്ഷേ തിരികെ വീട്ടിലേക്ക് മരിച്ചു വരേണ്ട അവസ്ഥ ദൗർഭാഗ്യകരമാണ്. ഇതാണ് മന്ത്രിയുടെ കമന്റ്. അവിടെ അധ്യാപകരൊന്നും ഉണ്ടായില്ല. കുട്ടികൾ മാത്രമായിരുന്നു കളിച്ചിരുന്നത്. കുട്ടികളിൽ ചിലരാണ് തടയാൻ ശ്രമിച്ചത്. ഇതിനൊപ്പം വൈദ്യുത ലൈന് കടന്നുപോയത് അടക്കം നിയമവിരുദ്ധമാണ്. വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്നെ എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് മന്ത്രിയുടെ പ്രതികരണം. മന്ത്രിയുടെ സൂംബ നൃത്തം വിവാദമായതോടു കൂടിയാണ് ഈ പ്രതികരണവും വരുന്നത്. സമ്മേളനത്തിന് മുമ്പായി മന്ത്രി വനിതാ നേതാക്കളോടും പ്രവർത്തകരോടും ഒപ്പം സൂംബ നൃത്ത ചുവടുകളും വെച്ചു. കുട്ടിയുടെ മരണത്തെ ന്യായീകരിക്കുന്നില്ല. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. കെഎസ്ഇബിയുടെയും സ്കൂളിന്റെയും ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അന്വേഷിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സൂംബ നൃത്ത ചർച്ച മുമ്പോട്ട് വെച്ചത്. സ്കൂളുകളിൽ സൂംബ നൃത്തവും വന്നു. ഇത് വിവാദമായി. അതിനാലാണ് മുഖ്യമന്ത്രിയുടെ പിന്തുണയ്ക്കായി പലരും സൂംബ നൃത്തം കളിക്കാറുള്ളത്. അതിനുവേണ്ടി കൂടിയാണ് മന്ത്രി ചിഞ്ചു റാണിയും സൂംബ നൃത്തം കളിക്കാൻ എത്തിയത്. പക്ഷേ തെരഞ്ഞെടുത്ത സമയവും കാലവും തെറ്റി. ഇതോടെ ആ സൂംബ നൃത്തം ഇടത് സർക്കാരിനും പ്രതിസന്ധിയായി. മന്ത്രി ഈ കളി ഒഴിവാക്കേണ്ടതാണ് എന്ന വിലയിരുത്തൽ സജീവമാണ്. മുമ്പൊരിക്കൽ വന്യജീവി ആക്രമണത്തിൽ ഒരാൾ മരിച്ചപ്പോൾ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പാട്ടുപാടി ആഘോഷിച്ചത് വിവാദമായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചിഞ്ചു റാണിയുടെ ദുരന്ത ദിവസത്തെ നൃത്തം സർക്കാരിന് തലവേദനയാകുന്നത്. ഒരു പയ്യന്റെ ചെരുപ്പാണ്. ആ പയ്യൻ ആ ചെരുപ്പെടുക്കാൻ ഷെഡിൽ മുകളിൽ കയറി. ചെരുപ്പെടുക്കാൻ പോയപ്പോൾ കാലൊന്ന് തെന്നി പെട്ടെന്ന് കയറി പിടിച്ചത് വലിയ കമ്പിയിലാണ്. ഇതിലൊന്ന് കറണ്ട് കടന്നു പോകുന്നതും ആ കുഞ്ഞ് അപ്പോഴേ മരിച്ചു. അത് അധ്യാപകരുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അന്താളിച്ചു പോകും. രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ്. കുഞ്ഞ് മരിച്ചു വരുന്ന അവസ്ഥ. പക്ഷെ നമുക്ക് അധ്യാപകരെ പറയാൻ പറ്റില്ല. അവിടെ കയറരുത് എന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അവിടെ കയറി. ഇതായിരുന്നു വാക്കുകൾ. കൊല്ലത്ത് പ്രതിഷേധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് സിപിഐ വനിതാ സംഘത്തിൽ പങ്കെടുക്കാൻ കൊച്ചിയിലെത്തിയത്. സാമൂഹിക ജീർണതയ്ക്കെതിരെ എന്ന തലക്കെട്ടോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ സൂംബ നൃത്തത്തോടു കൂടിയായിരുന്നു തുടക്കം. നേതാക്കൾക്കും അണികൾക്കൊപ്പം മന്ത്രിയുടെ നൃത്തവും. ഇതിന് പിന്നാലെ സംഘം ഉദ്ഘാടനം ചെയ്തുള്ള പ്രസംഗത്തിലാണ് കുട്ടിയുടെ അനുസരണക്കേടിനെ പഴിച്ചുകൊണ്ട് മന്ത്രി തുടങ്ങിയത്. മരിച്ച മിഥുൻ ഉൾപ്പെടെയുള്ള കുട്ടികൾ പന്തുകൊണ്ടല്ലേ ചെരുപ്പ് കൊണ്ടാണ് കളിച്ചത് എന്നും മന്ത്രി പറഞ്ഞു. അപകടം വരുത്തിവെച്ച വിന എന്ന മട്ടിൽ മന്ത്രിയുടെ തുടർ പ്രസംഗം. അധ്യാപകരെ കുറ്റം പറയാനാകില്ല എന്ന് വീണ്ടും ആവർത്തിച്ചു മന്ത്രി. കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കരിമരി സംഭവത്തിൽ സ്കൂളിനും കെഎസ്ഇബിക്കും പഞ്ചായത്തിനും ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തി. പതിറ്റാണ്ടുകളായി വൈദ്യുത ലൈന് താഴ്ന്നു കിടന്നിട്ടും ആരും അറിഞ്ഞിട്ടില്ല. അപായ ലൈനിന് കീഴെ സ്കൂൾ ഷെഡ് പണിയാൻ നിയമവിരുദ്ധമായാണ് അനുമതി ലഭിച്ചിരുന്നത്. ഈ വർഷം സ്കൂളിന് ഫിറ്റ്നസ് നൽകിയതും മതിയായ പരിശോധന ഇല്ലാതെയാണെന്നാണ് കണ്ടെത്തിയത്. അതേസമയം സംഭവത്തിൽ പ്രധാന അധ്യാപകനെതിരെ നടപടി എടുക്കും. പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യും. ഡിജിയുടെ അന്തിമ റിപ്പോർട്ട് ഇന്ന് ലഭിക്കും. അതേസമയം പോലീസ് ഇന്ന് സ്കൂൾ അധികൃതരുടെ മൊഴിയെടുക്കും. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. സ്കൂളിൽ വീണ്ടും പരിശോധന നടത്തും. അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് അന്വേഷണം. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ശിശുക്ഷേമ സമിതിയും സ്കൂളിൽ പരിശോധന നടത്തും. ശിശുക്ഷേമ സമിതി ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകും. വിദേശത്തുള്ള അമ്മ സുജ നാട്ടിലെത്തുന്നതുവരെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. തുർക്കിയിലുള്ള അമ്മ രാവിലെ നാട്ടിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമ്മ എത്തുന്ന മുറയ്ക്ക് സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കും. വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ എത്തും. വിദ്യാർത്ഥിയുടെ മരണത്തിൽ സ്കൂൾ അധികൃതരുടെയും കെഎസ്ഇബിയുടെയും അടക്കം വീഴ്ച ചൂണ്ടിക്കാട്ടി വിവിധ സംഘടനകൾ ഇന്നും പ്രതിഷേധം സംഘടിപ്പിക്കും.